ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്ക് ട്രെയിലേക്ക് സ്വാഗതം. ഇന്ന് 2nd ഓഫ് ഓഗസ്റ്റ് ആണ്. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ബിറ്റ് കോയിൻ്റെ 4 hour ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് ഇപ്പോൾ ലൈവായിട്ട് ഒരു ബിറ്റ് കോയിൻ ഓപ്ഷൻ ട്രേഡ് എടുക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെൽറ്റ എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഡെയിലി എക്സ്പയറി എടുത്തിട്ട് പ്രോഫിറ്റിലാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞു തന്നത്. ഓരോ സ്പൈക്കിലും നമുക്ക് സെൽ എൻട്രി എടുത്തിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു ഓപ്ഷൻ വർത്ത്ലെസ് ആകുമ്പോൾ പ്രോഫിറ്റ് എടുക്കാമെന്നാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും. നമുക്ക് ഓപ്ഷൻസിൽ ഒരുപാട് സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. ലോങ് കോൾ, ഷോർട്ട് കോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു സ്ട്രാറ്റജി എടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രൈസ്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 58,415 നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തെ മൂവ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ നല്ലൊരു ഫോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ക്യാൻഡിൽ മാത്രം, ഇത് 4 hour ചാർട്ടാണെന്ന് പറഞ്ഞു, ഈ ഒരു ക്യാൻഡിൽ നമുക്കിവിടെ നോക്കിയാൽ 62,000 നിന്ന് 58,000 വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു 4 hour ചാർട്ടിൽ മാത്രമായിട്ട് 4,000 പോയിൻറ്റ്സ് ആണ് ബിറ്റ് കോയിനിൽ ഇടിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷനാണ്, അതായത് ഒരു ഡൗൺ ട്രെൻഡ് കൺസോൾട്ടേഷനാണ് ഇവിടെ കാണുന്നത്. ഒരു പാരലൽ ചാനലിൽ നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ സൈസ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബയേഴ്സ് ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ കുറേ റിജക്ഷൻസ് വരുന്നു. അതായത് ബയേഴ്സ് വീണ്ടും പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ പ്രൈസിനെ അവിടെ റിജക്റ്റ് ചെയ്യുന്നു. പ്രൈസിനെ പയ്യെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു സെൽ ഓഫാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ പ്യുവറായിട്ട് നമുക്കിവിടെ സെല്ലേഴ്സിൻ്റെ ഡോമിനൻസ് ഈ ഒരു ക്യാൻഡിൽ വഴി നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഓരോ ഹൈറ്റിലും നമുക്കിവിടെ ആ ഒരു ഡോമിനൻസിനെ, ഇപ്പോൾ ബയേഴ്സ് ഡോമിനൻസ് എടുക്കാൻ നോക്കുന്നു, പിന്നെയും ഒറ്റൊരു ക്യാൻഡിൽ വന്നിട്ട് സെല്ലേഴ്സ് ഡോമിനൻസ് എടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ സെല്ലേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ചാർട്ട് നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ബോഡി ഓൾമോസ്റ്റ് ചെറുതായി വരുന്നുണ്ട്. അതായത് ഈ ഒരു സെക്ഷനിൽ കണ്ട ക്യാൻഡിലിൻ്റെ ബോഡി നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ചെറുതായി ഏകദേശം ഇവിടുത്തെ ഈ ഒരു റെഡ് ക്യാൻഡിലും ഈ പ്രീവിയസ് റെഡ് ക്യാൻഡിലും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു കൺസോൾട്ടേഷനാണ് ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ട്രേഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രൈസ് നമ്മൾ 58,500 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1000 പോയിൻറ്റ്സ് മുകളിലും ഒരു 1000 പോയിൻറ്റ്സും താഴെയുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ബിറ്റ് കോയിനിൽ ഓപ്ഷനിൽ എടുത്തിട്ട് ഇപ്പോൾ സെല്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ നമുക്കൊരു 1 വീക്ക് മേ ബി നമുക്ക് കിട്ടും. അല്ലെങ്കിലും ഞാനപ്പോൾ എടുക്കാൻ പോകുന്ന എക്സ്പയറി ഒരു 3 days കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആണ്. അപ്പോൾ ആ ഒരു എക്സ്പയറിയിൽ നമ്മൾ ഒരു 1000 പോയിൻറ്റ്സ് മുകളിലും 1000 പോയിൻറ്റ്സ് താഴെയും നമ്മളിപ്പോൾ സെല്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ ഒരു ഇൻ്റർഫേസ് എടുത്തു. ഇതിനകത്ത് നമുക്ക് 3 days എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് 2nd of September ആണ്. അപ്പോൾ നമുക്ക് 3 days എന്ന് പറയുമ്പോൾ 5th September ആണ് വരുന്നത്. 58,000-ൻ്റെ 1000 പോയിൻറ്റ് മുകളിൽ എന്ന് പറയുമ്പോൾ 59,500 ആണ് വരുന്നത്. പക്ഷേ ഇവർ 200 പോയിൻറ്റ്സിന് ഡിഫറൻസിലാണ് ഓരോ സ്ട്രൈക്ക് പ്രൈസ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ 58,400 ഒരു 1000 എന്ന് പറയുമ്പോൾ ഒരു 59,400 ആണ് ഞാനിവിടെ സെല്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ ഞാൻ കോൾ ഓപ്ഷനാണ് സെല്ല് ചെയ്യുന്നത്. 59,400 നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കോൾ ഓപ്ഷൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 443 ആണ് വരുന്നത്. ഓക്കെ, ഞാനപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 59,400 നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ലെവറേജ് ചെയ്യാൻ കുറയ്ക്കുവാണ്. ഞാൻ ഏകദേശം ഒരു 25x മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ബെസ്റ്റ് ബിഡ് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ 442 USDക്ക് കിട്ടും. ഞാനൊരു 0.1, അതായത് നമുക്ക് ഏകദേശം 0.1 എന്ന് പറയുമ്പോൾ ഒരു 100 കോൺട്രാക്ട്സ് ആണ് ഞാനിവിടെ സെല്ല് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി വരുന്ന മാർജിൻ എന്ന് പറയുന്നത് 233 ആണ്. ഓക്കെ, അപ്പോൾ അത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഏകദേശം ഞാൻ കളക്ട് ചെയ്യുന്ന പ്രീമിയം 44 USDT ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ആ ഒരു എടുത്ത സ്ട്രൈക്ക് പ്രൈസിന് അബവ് പോയിട്ടില്ലെങ്കിൽ ഈ ഒരു 44 USDT നമുക്ക് പ്രോഫിറ്റായിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾ എടുത്തത് ഹയർ സ്ട്രൈക്കാണ്. ഇനി നമുക്ക് ലോവർ സ്ട്രൈക്ക് ഉണ്ട്. ഓക്കെ, ലോവർ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 58,400, താഴേക്ക് ഒരു 1000 എന്ന് പറയുമ്പോൾ 57,400 ആയിരിക്കും. ഏകദേശം ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ 57,400. ഓക്കെ, അതിവിടെ ഉണ്ട്. നമ്മൾ ഇതിലെ പുട്ട് ഓപ്ഷനാണ് സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തു.
ലെവറേജ് മാറ്റി ബെസ്റ്റ് ബിഡ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനും സെയിം റേറ്റ് തന്നെയാണ് ഏകദേശം വരുന്നത്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് ഏകദേശം സെയിം ആയതുകൊണ്ടാണ് സെല്ല് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെയും നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രീമിയം റിസീവ്ഡ് എന്ന് പറഞ്ഞത് 42 USDT ആണ്. ട്രേഡിംഗ് ഫീ നമുക്കിവിടെ വരുന്നത് 1.75 ആണ്. ഇൻ കേസ് നമ്മൾ ആ ഒരു ലെവറേജ് കൂടുതലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ട്രേഡിംഗ് ഫീ കൂടും. സോ ഞാനിപ്പോൾ എന്തായാലും 25x മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആ ഒരു ഓപ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു 3 USDT, ഒരു 2.5 ആയിരുന്നു, പെട്ടെന്ന് 3 USDT ലോസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ ആ ഒരു സ്പ്രെഡാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ആസ്കും ബിഡും തമ്മിലുള്ള ഒരു ഡിഫറൻസിൻ്റെ ആ ഒരു ലോസാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ റീസൺ ലിക്വിഡിറ്റി കുറവായതുകൊണ്ടാണ്. ഇപ്പോൾ ഇൻ കേസ് ഡെൽറ്റ എക്സ്ചേഞ്ച് കുറച്ച് കാലം കഴിയുമ്പോൾ കുറേയും കൂടി ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു സ്പ്രെഡിൻ്റെ ആ ഒരു ഡിഫറൻസ് കുറയും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കൂടിയതുകൊണ്ട് നമുക്ക് ഓരോ പ്രൈസിലും സെല്ലും ബൈയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അത് എക്സിക്യൂട്ട് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം -1.6. അത് സ്പ്രെഡിൻ്റെ ഡിഫറൻസ് കാരണമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മളെടുത്ത ആ ഒരു BTCയുടെ ട്രേഡിൻ്റെ അപ്ഡേറ്റ് ആണ്. പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ടും താഴോട്ടും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെടുത്ത പൊസിഷനിൽ വലിയ കാര്യമായിട്ടുള്ള ലോസ് വന്നില്ല. അതുകൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്തില്ല. ഞാനത് ഹോൾഡ് ചെയ്തു. കാരണം നമ്മുടെ ഈ ഒരു മിഡ് വാല്യൂ റീജിയനിലേക്ക് പ്രൈസ് എന്തായാലും എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനുശേഷം ഈ വീണ്ടും ലോസിലോട്ട് വരാണെങ്കിൽ ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിൽ. അതായത് ഇപ്പോൾ ഫോം ആയിട്ടുള്ള ലോക്ക് ബിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാമെന്ന്. പക്ഷേ അത് തിരിച്ച് കയറിയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രീമിയം ഒരുമാതിരി പകുതി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 50 USDT പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഞാനത് ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ടെലഗ്രാമിൽ നമ്മളത് സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് നമുക്കൊരു 7 USDT പ്രോഫിറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 30 to 40 USDT വരെ ലോസ് നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു പ്രൈസ് പുഷ് ചെയ്തുകൊണ്ട് ഒരു മിഡ് വാല്യൂ റീജിയനിലേക്ക് ഇപ്പോൾ എത്തിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ലോസും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50 USDT പ്രോഫിറ്റും ഉണ്ട്. അതായത് ഏകദേശം ഒരു 4500 പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇതിൻ്റെ എക്സ്പയറി വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 19 hours കൂടിയാണ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ലെവലിന് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്കിത് വർത്ത്ലെസ് ആയിട്ട് മാറും. ഏകദേശം ഒരു 60, 70, 80 USDT പ്രോഫിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാനത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റിൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം നല്ലൊരു ബുള്ളിഷ് റെഡ് ക്യാൻഡിലാണ്. ഇൻ കേസ് നമ്മുടെ ടോപ്പിലുള്ള ലെവലോടി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോൾ ഓപ്ഷനിൽ ലോസ് വരും. കാരണം നമ്മൾ കോൾ ഓപ്ഷൻ സെല്ലാണ് ചെയ്തത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു മിഡ് വാല്യൂ റീജിയനിൽ നാളെ കൂടിയും, അതായത് ഒരു 19 hours കൂടിയും നിന്ന് കളിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബിറ്റ് കോയിനിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 58,000 റീജിയൻ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ലെവലും കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 70 USDT വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 70.6 USDT. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു എമൗണ്ട്, അതായത് പ്രോഫിറ്റ് ലെവൽ വന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതെല്ലാം എക്സിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെടുത്ത പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ട്രേഡിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ക്ലോസ് ചെയ്യണ വരെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് എടുത്ത രീതികളും അതുപോലെ തന്നെ ട്രേഡ് ഹോൾഡ് ചെയ്തതും എല്ലാം നിങ്ങൾ കണ്ടുവന്നിരിക്കുന്നു. സെയിം കാര്യം തന്നെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ, പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ടായിട്ട്. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാനിവിടെ ക്ലോസിങ് ഇതിലേക്ക് പോവാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫർ നമുക്ക് ഇത്താണ് വരുന്നത്. ഓക്കെ, കൺഫേം കൊടുക്കുവാണ്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70 USDT എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് നോക്കാം, 70 USDT ₹2. ഓക്കെ, ഏകദേശം ഒരു 5800 രൂപയുടെ പ്രോഫിറ്റാണ് നമ്മൾ ആ ഒരു 3 ദിവസം കൊണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്തുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 സൈഡിലേക്കും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായെങ്കിൽ കൂടെ നമുക്ക് പ്രോഫിറ്റിലാണിത് എൻഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നെയ്ക്കഡായിട്ട് നമ്മൾ പുട്ടോ കോളോ വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മൾ മേ ബി ലോസിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മളത് പേഷ്യൻസ് കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് പ്രോഫിറ്റിൽ അവസാനിച്ചു.
അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇതുപോലെ ഇനിയും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.